വെൽക്കം ബാക്ക് ടു തത്തമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ഗൈഡൻസ് ഫോർ ദ ഫുൾ മൂൺ. ഇത് ഇന്ന് ഫുൾ മൂൺ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അടുത്തൊരു ഫുൾ മൂൺ വരെയാണ് നിങ്ങൾക്ക് ഇത് റെസണേറ്റഡ് ആവുക. അപ്പോൾ നമ്മളിത് നോക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളതും നിങ്ങളുടെ പേഴ്സൺ എന്താണ് തോന്നുന്നത് എന്നുള്ളതും രണ്ട് പേരുടെയും കറണ്ട് സിറ്റുവേഷൻ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് ആൻഡ് ജനറൽ ഗൈഡൻസ് ഫോർ യു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്തു പോവുകയാണ് ആൻഡ് അതിനുള്ള ഒരു ഗൈഡൻസ് നമ്മൾ അവസാനം എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, ഇത് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നതെന്നുള്ള ഒരു കറണ്ട് എനർജി ആയിട്ട് കൂട്ടാം, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ആയിട്ട് കൂട്ടാം, നിങ്ങളുടെ കറണ്ട് ഇമോഷൻ ആയിട്ട് കൂട്ടാം. ഇത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് തോന്നുന്നത്, അവരുടെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ കറണ്ട് എനർജി നമുക്കങ്ങനെ നോക്കാം. സോ ഫസ്റ്റ് യുവർ എനർജി, your current energy, your current feelings, your current situation. Okay. 7 of Cups. Okay. Knight of Cups. Emotional energy is too high. 8 of Swords. Okay. ബോട്ടം എനർജി 8 ഓഫ് വോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ഭയങ്കര താല്പര്യമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മനസ്സിൽ ഒരുപാട് ഐഡിയകൾ വരുന്നുണ്ട്. റിലേഷൻഷിപ്പ് എന്നുള്ളതിന് ഉപരി ഞാനിത് നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ആയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കറണ്ട് എനർജി ആയിട്ടും കൂടെയാണ് പറയുന്നത്. വളരെയധികം ആവേശം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു തോട്ട്. നമ്മൾ ഇന്ന് കറണ്ട് എനർജി എടുത്തിരുന്നു, അപ്പോൾ റഷ് ഓഫ് തോട്ട്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ആക്ച്വലി 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഈസ് റിയലി ഗുഡ്. കാരണം നിങ്ങൾക്ക് എന്തിലൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു മിന്നായം പോലെ കുറേ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ വന്ന് പെട്ടിട്ടുണ്ട്. ഡ്രീംസ് ഉണ്ടായി വന്നിട്ടുണ്ട്. അത് ചിലവർക്ക് സ്വയം തോന്നിയിട്ടുണ്ടാവാം, ഞാൻ ഇത്ര ഗ്രീഡിയാണോ, എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ആഗ്രഹം തോന്നുന്നു, അതൊക്കെ ഇച്ചിരി കൂടുതലല്ലേ എന്നൊക്കെയുള്ളത്. ബട്ട് നോ, നിങ്ങളുടെ സോള് നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ ഒരു സമയം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. കാരണം ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരുപാട് എനർജീസ് നിങ്ങളിൽ വന്ന് നിറയുന്ന സമയമാണ്. ഈ മൂൺ നമ്മളുടെ മനസ്സിനെ, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറിൽ ഉണ്ടാകുന്ന ഏറ്റവും അധികവും കുറവുമായിട്ടുള്ള എനർജികൾ നമ്മളെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് നമുക്കത് മീഡിയമായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത്രയും പെട്ടെന്ന് നമ്മൾ അപ്സ് ആൻഡ് ഡൗൺസ് തിരിച്ചറിയില്ല. പക്ഷേ ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ ടൈമിലാണ് നമ്മളിത് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ ടൈംസ് എന്ന് പറയുന്നത് വളരെയധികം നല്ല ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങളിൽ കറക്ഷൻസ് വരുത്താനും നിങ്ങൾക്ക് സ്വയം നിങ്ങളെ തിരിച്ചറിയാനും. അതുകൊണ്ട് തന്നെ അധികമായിട്ടൊരു സ്പിരിച്വൽ ജേർണിയിൽ വരാത്ത വ്യക്തികൾക്കാണെങ്കിൽ ഈ ഒരു ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ ടൈം എന്ന് പറയുന്നത് കൺഫ്യൂഷൻസ് ആയിരിക്കും. ക്ലാരിറ്റി എന്ന് പറയുന്നത് ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ, ഇമോഷണൽ ആയിട്ടുള്ളതിൽ ദേഷ്യം, വാശി, സങ്കടം അറിയാതെ തന്നെ പേർജിങ് ഉണ്ടാവുക. നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് ആവേശം ഉണ്ടാവുക, എടുത്തു ചാടി ഡിസിഷൻ എടുക്കുക, ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വന്ന് നിറയുക. ഇതൊക്കെ നിങ്ങൾക്ക് ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ്. പക്ഷേ ഇത് ഇനിഷ്യൽ സ്റ്റേജസിൽ ഉള്ള വ്യക്തികൾക്ക്, അതായത് സ്പിരിച്വൽ ജേർണിയിൽ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവണമെന്നില്ല. അവർ വിചാരിക്കുന്നത് അവർക്ക് ഭയങ്കര ഡിപ്രഷനാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലൊരു മിഡിൽ സ്റ്റേജിലൊക്കെ നിൽക്കുന്നതിൽ കുറച്ച് കാലങ്ങളായിട്ട് ഇതറിയാം. ഓക്കെ, ഞാൻ സ്പിരിച്വൽ ജേർണിയിലാണെന്നൊക്കെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പം ഈ ഫുൾ മൂൺ എനർജികളിൽ വേരിയേഷൻ ഉണ്ടാകും, ന്യൂ മൂൺ ടൈമിൽ വേരിയേഷൻ ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവർക്കാണെങ്കിൽ
അവർക്ക് ഉറക്കക്കുറവുണ്ടാവും, അല്ലെങ്കിൽ ചിലർക്ക് ഉറക്കം കൂടുതലായിരിക്കും, അവരങ്ങ് കിടന്ന് ഉറങ്ങും. കാര്യം എസ്കേപ്പിസമാണ്, അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരങ്ങ് എസ്കേപ്പ് ചെയ്യാനായിട്ട് നോക്കും. അതുപോലെ തന്നെ ക്രേവിങ്സ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളിലോട്ട് ഇൻട്രസ്റ്റ്. അതാ ഞാൻ പറഞ്ഞ ഈ 7 of Cupsൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് എല്ലാത്തിനോടും ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ്. കാര്യം മനസ്സിലുണ്ടാകുന്ന വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതൊക്കെയാണ് മാർഗം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾക്ക് സ്വയം ഒരു സെൽഫ് വർത്ത് ഇല്ലെന്ന് തോന്നുക, എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഗിൽറ്റ് ഫീല് വരിക. അതായത് ഹീലിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോസസ്സാണ് ഇവിടെ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള വീക്ക്നെസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് സ്പിരിച്വൽ ജേർണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ. അപ്പം ഇത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഗിൽറ്റാണ് ഈ പുറത്ത് വരിക. അപ്പം ഇത് നിങ്ങൾക്ക് ഭയങ്കരമായ അലസത ഉണ്ടാക്കി തരും. അതുപോലെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ, കാര്യം ഈ എനർജി താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് അഡിക്ഷൻസ് എന്തെങ്കിലുമൊക്കെ തുടങ്ങും, അല്ലെങ്കിൽ അഡിക്ഷൻസിലേക്ക് വീണ്ടും ഉള്ള വ്യക്തികളാണെങ്കിൽ വീണ്ടും വീണ്ടും ചായ്വ്, ഒന്ന് കുറഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ ചായ്വ് വരും. കാരണം മനസ്സിൻ്റെ പവർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് നിങ്ങൾക്ക് നെഗറ്റീവ് സൈഡിലേക്ക് വിട്ടാലും പവർഫുള്ളാണ്, പോസിറ്റീവ് സൈഡിലേക്ക് വിട്ടാലും പവർഫുള്ളാണ്. പക്ഷേ ഹൂ ഡിസൈഡ്സ് നെഗറ്റീവിലേക്ക് പോകണോ പോസിറ്റീവിലേക്ക് പോകണോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അവയർനെസ് ഉള്ള നിങ്ങൾ പോസിറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കും, വിച്ച് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അത് എളുപ്പമല്ല. നിങ്ങളുടെ എൻലൈറ്റ്മെൻറ്റ് ജേർണി എളുപ്പമല്ല. നിങ്ങളുടെ ഷാഡോ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ആൻഡ് അവയർനെസ് ഇല്ലാത്ത നിങ്ങൾ എന്ത് ചെയ്യും, ഈ സമയം എളുപ്പമാർഗ്ഗങ്ങളിലേക്ക് പോകും. അപ്പോൾ അതിനാണ് അഡിക്ഷൻസിൽ സ്വയം എൻഗേജ്ഡ് ആവുക എന്നൊക്കെയുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വീക്ക്നെസ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ലായിരിക്കും സെഗ്രിഗേറ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്ന കാര്യങ്ങളൊക്കെ ജേർണൽ ചെയ്യുക, നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം ജേർണൽ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മൗനവ്രതം പാലിക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് 8 of Wands, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടായിരിക്കും, നിങ്ങൾ ഫ്രണ്ട്സിനോട് നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം ഇങ്ങനെ നിങ്ങൾക്ക് പറയണം, ആരോടെങ്കിലും ഒക്കെ പറയണം എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ദാറ്റ്. ഈ ഒരു സമയം നിങ്ങൾ മിസ്ഗൈഡഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോടും പറയരുത്, നിങ്ങൾ ജേർണൽ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ ഉള്ള ആവേശം എന്ന് പറയുന്നത് ഇപ്പം നല്ല എനർജി അല്ല, അത് ഉപയോഗിക്കേണ്ടത് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൗനവ്രതം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ അത് ഒരു ദിവസത്തിൻ്റെ പകുതി സമയമെങ്കിലും ഉപയോഗിക്കുക. വളരെ മാറ്റം നിങ്ങളിൽ ഉണ്ടാവും. ഒരു ദിവസം മുഴുവനായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. പിന്നെ ബോധത്തിലേക്ക് കണക്ട് ചെയ്യുക, അതിന് ശിവനെ ആരാധിക്കുക. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുളിക്കുക എന്നുള്ളത്. അത് എത്ര സിമ്പിളാണെന്ന് തോന്നും. യെസ്, ആ സിമ്പിൾ കാര്യത്തിൽ നിന്നാണ് നിങ്ങളുടെ പല കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളിലേക്കും കടക്കുക. സോൾട്ട് വാട്ടർ ബാത്ത് നടത്തുക. ഇപ്പം ഒരു ദിവസത്തിൻ്റെ രാവിലെയും വൈകിട്ട് നിങ്ങൾക്ക് കുളിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ്. കാരണം ഈ ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ പീരീഡ്സിൽ അതിനോട് അടുക്കുന്ന 2 ദിവസവും അത് കഴിഞ്ഞുള്ള 2 ദിവസവും എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും കുളിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇത് എടുത്തു പറയുന്നത് പലരും ഇന്ന് ഒരു നേരമാണ് കുളിക്കുന്നതും ഒക്കെ. അത് നമ്മളുടെ റിസോഴ്സസിൻ്റെ ഒക്കെ ഒരു രീതി വെച്ചിട്ടും ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് കുറേ ആൾക്കാർ. എല്ലാവരുമല്ല, ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യസ്തമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് അത് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ സമയം ഡിസയേഴ്സ് ഉണ്ട്. ഈ 7 of Cups എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളോടുള്ള ഡ്രീംസാണ്, ഡിസയേഴ്സാണ്. ആ ഡിസയേഴ്സിലേക്കല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. ആക്ച്വലി നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്കാനാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, പ്രെയർ ഉണ്ടാകേണ്ടത്. അതായത് നമ്മൾ ശിവനെ പ്രാർത്ഥിക്കുക, പഞ്ചാക്ഷരി ജപിക്കുക, ഇതിനോടൊപ്പം തന്നെ അവയർനെസ് ഉണ്ടാക്കി തരിക, അതിനാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ നല്ല ബുദ്ധി ഉണ്ടാക്കി തരിക, നല്ല ബുദ്ധി വർദ്ധിപ്പിച്ചു തരിക. ഇത് കൃഷ്ണനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. കാര്യം ബുധനാണ് അതിൻ്റെ എനർജി. ഇതെല്ലാം നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ അപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസിന് മനസ്സിലാവാനായിട്ട് തുടങ്ങും ദിസ് ഇസ് വാട്ട് യു ആക്ച്വലി നീഡ്. നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി റിയാലിറ്റിയിൽ വന്നോളും. അല്ലാതെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പിന്നെ പ്രാർത്ഥിക്കേണ്ട. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഡ്രീംസ് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹീലിംഗ് ചെയ്യുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും. അപ്പം ഈ പറയുന്ന ബന്ധനം, ഇല്ലാത്ത ബന്ധനം, 8 of Swords, ഇല്ലാത്ത ബന്ധനം ചിന്തകളിലെ ഉള്ളത് നിങ്ങൾക്ക് മാറിക്കിട്ടും. ഈ പേർജിങ് മാറിക്കിട്ടും. സംശയങ്ങൾ കുന്നുകൂടി വരുന്നതിനൊക്കെ നിങ്ങൾ
ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കും. ഇതൊന്നും എൻ്റെ കൺട്രോളിലല്ല, ഇത് എല്ലാ കാര്യങ്ങളും ഞാൻ അറിയണമെന്നില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ നിങ്ങളിലേക്ക് വരാനും തുടങ്ങും. ഓക്കെ, ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 9 of Wands. അവരുടെ കാര്യത്തിലല്ല അവരിപ്പോൾ ആക്ഷൻ എടുക്കുന്നത്. അവർ മേ ബി നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലൈഫിലേക്കല്ല അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് അവരും ഒരു അൺഅവേക്കൻഡ് സ്റ്റേറ്റിൽ തന്നെയാണ്. അവർ നല്ല കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്താണ് അവരുടെ പാഷൻ എന്നുള്ളതിലേക്ക് അവർ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ലൈഫിൽ എന്തൊക്കെയോ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ അവരുടെ ഈ അൺഅവേക്കൻഡ് സ്റ്റേറ്റ് അവർക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിൽ ടൈഡപ്പാണ്. ആക്ച്വലി ഇത് നിങ്ങളുടെ ഒരു എനർജിയുടെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണെന്ന് പറയാം. കാരണം നിങ്ങൾക്ക് ഇവിടെ ഗ്രീഡ് പോലെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഒരുപാട് കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യണം എന്ന് തോന്നലാണ്, എന്നൊരു ഇല്യൂഷനാണ് ഉണ്ടാകുന്നത്. അവിടെ അതെല്ലാം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ആവേശം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതൊക്കെ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ടൈഡപ്പ് സിറ്റുവേഷൻ ഇത് തന്നെയാണ്. ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് എന്തൊക്കെയോ ഒരു പാഷൻ ഉണ്ട് എന്നവർ തിരിച്ചറിയാണ്, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞു എന്ന് അവർ വിചാരിക്കുകയാണ്. മേ ബി മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കോപ്പി ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം മറ്റുള്ളവർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, അപ്പോൾ എനിക്ക് സന്തോഷം ലഭിക്കാൻ ഞാനും അതുപോലെയൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. ആക്ച്വലി അവരുടെ എന്താണ് പാഷൻ അതിലേക്കൊന്നും അല്ല. അവർ ടോട്ടലി കംപ്ലീറ്റ്ലി അൺഅവേക്കൻഡ് ആണ്. അവരെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ സോൾ അല്ല, അവരുടെ ഇന്നർ സെൽഫ് അല്ല. എക്സ്റ്റേണലി അവർ കാണുന്നതെല്ലാം, അതായത് മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ അവരുള്ളത്. ബോട്ടം എനർജി ഓക്കെ 4 of Wands ആണ്. അതായത് അവർക്ക് ഈ ഒരു ഫുൾ മൂൺ പീരീഡിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നതും അവരുടെ ഫാമിലിയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലാണ് എന്ന് ഐഡൻറ്റിഫൈഡ് ആണെങ്കിൽ അവർക്ക് അവേക്കനിങ് ഉണ്ടാവുകയാണ്. അതായത് ഞാനിത് നിങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ഫെമിനൈൻ എനർജിയാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ മോസ്റ്റ് പ്രോബബ്ലി അത് ഫെമിനൈൻ എനർജികളാണ്. അത് നിങ്ങളൊരു മെയിലാണെങ്കിലും നിങ്ങളൊരു ഫീമെയിൽ ആണെങ്കിലും അങ്ങനെയാണ്. ഒരു 99.9% അതിന് തന്നെയാണ് സാധ്യതയുള്ളത്. എന്നാൽ ഇത് ഡിവൈൻ മെസ്കുലൈൻ്റെ ഒരു എനർജിയാണ്. അപ്പം അൺഅവേക്കൻഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റോർട്ടഡ് മെസ്കുലിനിറ്റിയിൽ നിൽക്കുന്ന എനർജിയാണ്. അപ്പോൾ ഇത് ഇപ്പോഴും പ്രാക്ടിക്കാലിറ്റിയുടെ ലോകത്ത് മാത്രം അവർ നിൽക്കുകയാണ്. അവർ ആ ഫെമിനിറ്റിയിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ബോധമില്ലാത്ത അവസ്ഥ എന്ന് തന്നെ പറയാം. അതിനെയാണ് അൺഅവേക്കൻഡ് എനർജി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളാണെങ്കിൽ അവേക്കനിങ്ങിൻ്റെ ഒരു പാതയിലുമാണ്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി എപ്പോഴാണ് അവേക്കൻഡ് ആകുന്നത് അവിടെയാണ് ഇവരുടെ ഒരു അവേക്കനിങ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഇനി റിലേഷൻഷിപ്പിൽ ഇല്ലാത്ത വ്യക്തികളാണെന്ന് വിചാരിക്കുക. ഇത് നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ഫെമിനിറ്റിയും മെസ്കുലിനിറ്റിയും ആണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഈ മെസ്കുലൈൻ എനർജി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോലും ഇനി കണ്ടെങ്കിൽ പോലും അവരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ മെസ്കുലിനിറ്റിയുടെ റിഫ്ലക്ഷനാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു എനർജീസിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുക? അങ്ങനെ നിങ്ങളുടെ ഒരു ഹീലിംഗ് പ്രോസസ്സ് ആൻഡ് യുവർ അവേക്കനിങ് പ്രോസസ്സ് എല്ലാം ഫാസ്റ്റായിട്ട് നടക്കും. ആൻഡ് ലെറ്റ്സ് ടേക്ക് എ ഗൈഡൻസ് കാർഡ് ഓൾസോ. ഈ ഒരു സമയം നമ്മൾ ഒരുപാട് ഗൈഡൻസ് പറഞ്ഞു തന്നിട്ടുണ്ട് അതിന് ഓൾറെഡി. അതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഈ ഒരു സമയത്ത്. ജേർണലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ യുവർ ഗൈഡൻസ് ഫോർ യു ഇസ് സ്ക്രൈയിങ്. ഓക്കെ, ഈ സ്ക്രൈയിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പല ഫോം ഓഫ് സ്ക്രൈയിങ്സ് ഉണ്ട്. അപ്പം നമ്മൾ കോക്കനട്ട് സ്ക്രൈയിങ് ട്രൈ ചെയ്യാറുണ്ട്, ക്യാൻഡിൽ വെച്ച് ചെയ്യാറുണ്ട്, വാട്ടർ, സോൾട്ട് എല്ലാം ചെയ്യാറുണ്ട്. കോക്കനട്ട് സ്ക്രൈയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ ഇതിൻ്റെ ഒരു ട്രഡീഷണൽ രീതി നമ്മൾ അമ്പലങ്ങളിലൊക്കെ മുട്ടറക്കുക എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത്, പ്രശ്നം വയ്ക്കുന്ന സമയത്ത് നമ്മൾ കോക്കനട്ടിൻ്റെ ഒരു മുറി കഷ്ണത്തിൽ നമ്മൾ തുളസി ഇല ഇട്ട് നോക്കുക. ഇങ്ങനെ പല രീതിയിലൊക്കെ നമ്മൾ ഡിവൈനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക്, അതായത് ഒക്കൾട്ടിസ്റ്റ് നോളജ് ഉള്ള വ്യക്തികൾക്കത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെറിയ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഫോം ഓഫ് സ്ക്രൈയിങ് എന്ന് പറയുന്നത് വാട്ടർ സ്ക്രൈയിങ് ആണ് ചെയ്യേണ്ടത്.
ഒരു റിഫ്ലക്റ്റീവ് സർഫസിൽ നോക്കി. ആ റിഫ്ലക്റ്റീവ് സർഫസ് 2 രീതിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാവുന്നത്, ഒന്ന് വാട്ടർ ആൻഡ് ഒന്ന് മിററാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഈ ഒരു മൂൺ സമയത്ത് എന്ന് പറയുന്നത് വാട്ടർ സ്ക്രൈയിങ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇത് വാട്ടർ സ്ക്രൈയിങ്ങിൻ്റെ ഗൈഡൻസ് എടുക്കാവുന്നതാണ്, അത് ഇൻറ്റ്യൂട്ടീവ്ലി ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഡിവൈൻ ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ക്ലീൻ ബൗളിൽ ശുദ്ധജലം എടുത്ത് നിങ്ങൾ ശുദ്ധിയായതിനു ശേഷം, ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം വിളക്ക് കൊളുത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ക്യാൻഡിൽ ലിറ്റ് ചെയ്തിട്ടോ ഒരു ദീപം കൊളുത്തി വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ലൈറ്റുമായിട്ട് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരിക്കുക. നിങ്ങളുടെ റൂമിലായിരിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണലി നോയ്സുകളില്ലാത്ത ഒരു പ്ലേസിൽ ഇരിക്കുക. എന്നിട്ട് അവിടെ നിങ്ങളുടെ ജപങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഒരു റിഫ്ലക്റ്റീവ് സർഫസിലേക്ക് മുഖം വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എന്താണ് നിങ്ങൾക്ക് അവിടെ തെളിഞ്ഞു വരുന്നത് എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്കൊരു 15 to 20 minutes ഇരിക്കുന്ന സമയത്ത് മനസ്സിൽ തെളിഞ്ഞു വരുന്ന മെസ്സേജസ്, കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ മൈൻഡ് പ്ലേ ഒന്നും ഇല്ലാതെ ആദ്യം വരുന്ന ആ മെസ്സേജ്, ആ ഒരു 15-20 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി എത്തുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ മെസ്സേജസോ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങളുടെ ഹീലിങ്ങിനെ കുറിച്ച് തരുമെന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു സമയം നിങ്ങൾ ഹീൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ലഭിക്കും. അപ്പോൾ ഇത് നമ്മളൊരു ക്വിക്കായിട്ട് ചെയ്യുന്ന ഒരു മൂൺ ഗൈഡൻസ് ആണ്. ഇത് റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആണ് എങ്കിൽ പോലും ജനറലായിട്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇല്ലാത്തവർക്കും റിലേഷൻഷിപ്സ് ഇല്ലാത്തവർക്കും കാണാൻ സാധിക്കുന്ന ഒരു ഗൈഡൻസ് തന്നെയാണ് ഇത്. അതായത് നിങ്ങളുടെ ഫെമിനൈൻ എനർജി ആൻഡ് നിങ്ങളുടെ മെസ്കുലൈൻ എനർജി എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്കിതിനെ കാണാം. അതിൻ്റെ ഗൈഡൻസ് ആൻഡ് സൊല്യൂഷൻസ് ആണ് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആവശ്യമാണെങ്കിൽ, സ്പിരിച്വൽ ഹീലിങ്സ് ആവശ്യമാണെങ്കിൽ, ഇമോഷണൽ ട്രോമ ഹീലിംഗ്, റിലേഷൻഷിപ്പ് ഹീലിംഗ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, കാരണം അതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഫുൾ മൂൺ, ന്യൂ മൂൺ പീരിയഡ്സ് എന്ന് പറയുന്നത്. പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാനും ഒക്കെ പറ്റുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം, അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഓൺലൈൻ കോഴ്സസ് ആണ്. അപ്പോൾ അടുത്തൊരു സ്പിരിച്വൽ ഗൈഡൻസുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.